ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ഭാഗത്ത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ് അല്ലേ. ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഇന്ത്യ സ്വതന്ത്രമായത് എന്നാണ്. ഇന്ത്യ സ്വതന്ത്രമായത് എന്ന 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്നാന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം ഏതാണ്? ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം 1950 ജനുവരി 26 അല്ലെ. 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നത്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. ഇനി ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന അംഗീകരിച്ച ദിവസം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച ദിവസം ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ എ ആണ് 1950 ജനുവരി 24 അല്ലെ. 1950 ജനുവരി 24 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമന അംഗീകരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചതാരാ? അത് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന രചിക്കുന്നത്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാരാന്ന് ചോദിച്ചാൽ ആരാ? ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ കേട്ടോ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാരാന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ ഏതാ? ശങ്കരാഭരണം കേട്ടോ. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ ഏതാ? ശങ്കരാഭരണമാണ്. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാ? ബംഗാളി ഭാഷ. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ ഏതാ? ബംഗാളി ഭാഷയാണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം ചോദിച്ചാൽ എത്രയാ? 52 സെക്കൻഡ് അല്ലെ. 52 സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യം ചോദിച്ചാൽ ഏതാ? ഭാരത് ഭാഗ്യപിതാത കേട്ടോ. ഭാരത് ഭാഗ്യപിതാത എന്ന ടാഗോറിന്റെ പദ്യത്തിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? ദേശീയ ഗാനം എടുത്തിരിക്കുന്നത്. ഭാരത് ഭാഗ്യപിതാത പ്രസിദ്ധീകരിച്ച വർഷം ഏതാ? 1912 കേട്ടോ. ഏതിലാ? തത്വബോധിനി പത്രികയിൽ കേട്ടോ. ഭാരത് ഭാഗ്യപിതാത പ്രസിദ്ധീകരിച്ച പത്രം ചോദിച്ചാൽ ഏതാ? തത്വബോധിനി പത്രികയാണ്. വർഷം ഓർത്തു വെച്ചോ, 1912 ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചതെന്ന അത് 1911 കേട്ടോ. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ചോദിച്ചാൽ എന്ന 1911 ഡിസംബർ 27 കേട്ടോ. 1911 ഡിസംബർ 27 അന്നത്തെ കൊൽക്കത്ത INC സെഷനിൽ കേട്ടോ. കൊൽക്കത്ത INC സെഷനിലാണ്. ആദ്യമായിട്ട് ആലപിച്ച വ്യക്തി ചോദിക്കാം. ആരാ? സരളാദേവി ചൗധുറാണി കേട്ടോ. സരളാദേവി ചൗധുറാണിയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാരാ? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. അതുപോലെ ഈ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് എവിടെ വെച്ചാന്ന് വെച്ചാൽ മദനപ്പള്ളി കേട്ടോ. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നത്? ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അതുപോലെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനെ ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്ത ഒരു വ്യക്തി ഉണ്ട്. ആരാ? ആബിദ് അലി കേട്ടോ. ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്ത വ്യക്തി ചോദിച്ചാൽ ആരാ? ആബിദ് അലി കേട്ടോ. ആരാ? ആബിദ് അലിയാണ്. അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം എഴുതിയതുമാര് തന്നെയാ? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. അമർ സോണ ബംഗ്ല രചിച്ചതുമാര് തന്നെയാ? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മുദ്ര ചോദിച്ചാൽ ഏതാ? സിംഹമുദ്ര അല്ലെ. ഏതാ? സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് ഏത്? സിംഹമുദ്ര. ഈ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച വർഷം ചോദിച്ചാൽ ഏതാ? അത് 1950 ജനുവരി 26 കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 1950 ജനുവരി 26 അല്ലേ. എവിടുന്നാ ചിഹ്നം എടുത്തത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടുന്നാന്ന് ചോദിച്ചാൽ സാരനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭം എവിടുന്ന എടുത്തത്? സിംഹമുദ്ര എവിടുന്ന എടുത്തത്? സാരനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഈ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നറിയോ?
സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട് കേട്ടോ. 5 സിംഹങ്ങളാട്ടോ ഉള്ളത്. സിംഹമുദ്രയിൽ എത്ര സിംഹമുണ്ട്? 5 സിംഹങ്ങളുണ്ട്. ഒരു കാള, ഒരു കുതിര, ഒരു ആന, അങ്ങനെ ടോട്ടൽ എത്ര മൃഗങ്ങളുണ്ട്? 8 മൃഗങ്ങളാണ് ഇതിലുള്ളത്, ദേശീയ ചിഹ്നത്തിലുള്ളത്. അപ്പോൾ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ എഴുതണം? സിംഹം, കാള, കുതിര, ആന, അങ്ങനെ 4 മൃഗങ്ങൾ. ടോട്ടൽ എത്ര മൃഗങ്ങളുണ്ട്? 8 മൃഗങ്ങൾ. 5 സിംഹമുണ്ട്, ഒരു കാള, ഒരു കുതിര, ഒരു ആന. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാരാ? ദീനനാഥ് ഭാർഗവ കേട്ടോ. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാരാന്ന് ചോദിച്ചാൽ ദീനനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ചോദിച്ചാൽ ഏതാ? സത്യമേവ ജയതേ. സത്യമേവ ജയതേ. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ചോദിച്ചാൽ ഏതാ? സത്യമേവ ജയതയാണ്. ഈ വാക്യം എവിടുന്നാ കടമെടുത്തത്? മുണ്ടകോപനിഷത്ത് നിന്ന് കേട്ടോ. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടുന്ന? മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്തായിരുന്നു? സ്റ്റാർ ഓഫ് ഇന്ത്യ കേട്ടോ. സ്റ്റാർ ഓഫ് ഇന്ത്യ ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നം ചോദിച്ചാൽ ഏതാ? സ്റ്റാർ ഓഫ് ഇന്ത്യ ആണ്. ഇനി ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം ജസ്റ്റ് ഓർത്തു വെച്ചോ, 2005 ആട്ടോ. 2005 ആണ്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം അംഗീകരിച്ച ദിവസം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം അംഗീകരിച്ച ദിവസം ചോദിച്ചാൽ ഏതാ? 1950 ജനുവരി 24 അല്ലെ? 1950 ജനുവരി 24 അല്ലെ? ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ഒരേ ദിവസമാണ് അല്ലെ? ദേശീയ ഗീതം രചിച്ചതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് ദേശീയ ഗീതം രചിച്ചത്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയതാരാ? ജാദുനാഥ് ഭട്ടാചാര്യ. ജാദുനാഥ് ഭട്ടാചാര്യ. എന്നാൽ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാരായിരുന്നു? അത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ ആണ്. വന്ദേ മാതരത്തിനാണെങ്കിൽ ആരാ? അത് ജാദുനാഥ് ഭട്ടാചാര്യാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ ഏതാ? രാഗം ദേശരാഗമാട്ടോ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ ഏതാ? ദേശരാഗമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ചോദിച്ചാൽ ഏതാ? ആനന്ദമഠം അല്ലെ? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ചോദിച്ചാൽ ഏതാ? ആനന്ദമഠമാണ്. ആനന്ദമഠം എന്ന നോവലില് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാ? സന്യാസി കലാപം അല്ലെ? ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാന്ന് ചോദിച്ചാൽ ഏതാ? സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാരാ? നരേഷ് ചന്ദ്ര സെൻ ഗുപ്ത കേട്ടോ. നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തത്? തർജ്ജമ ചെയ്തത്. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷയും ഏത് തന്നെയാ? ബംഗാളി ഭാഷ കേട്ടോ. വന്ദേ മാതരവും അതുപോലെ ജനഗണമനയൊക്കെ ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ ഏതാ? 1896 വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ ഏതാ? 1896. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ചോദിച്ചാൽ ആരാ? അത് അരവിന്ദ ഘോഷ്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ചോദിച്ചാൽ ആരാ? നരേഷ് ചന്ദ്ര സെൻ ഗുപ്ത. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ചോദിച്ചാൽ ആരാ? അത് അരവിന്ദ ഘോഷ്. മദർ ഐ ബോ ടു ദി എന്ന പേരിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ചോദിച്ചാൽ കർമ്മയോഗി കേട്ടോ. ഏതാ? കർമ്മയോഗി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഒരു ഹൈന്ദവ ദൈവമുണ്ട്. ആരാ? ദുർഗയാട്ടോ. ആരാ? ദുർഗയാണ്. ഹൈന്ദവ ദൈവം ചോദിച്ചാൽ വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ചോദിച്ചാൽ ഏതാ? ദുർഗയാണ്. ഇനി വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ എത്രയാ? 65 സെക്കൻഡ് കേട്ടോ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ ഏതാ? 65 സെക്കൻഡ് ആണ്. വേറെ കാര്യങ്ങൾ ഓർത്തു വെക്കുക. 1997 പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്നൊരു ആൽബത്തിന് സംഗീതം നൽകിയ വ്യക്തി കൂടി ഓർത്തു വെക്കണം. ആരാ? നമ്മുടെ AR റഹ്മാനാണ്. 8ാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന ഓപ്ഷൻ ബി ആണ് 1947 ജൂലൈ 22 കേട്ടോ. നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ചോദിച്ചാൽ 1947 ജൂലൈ 22 ആരാ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? പിങ്കളി വെങ്കയ്യ അല്ലെ? പിങ്കളി വെങ്കയ്യാണ്. ദേശീയ പതാകയിൽ 3 നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ? മുകളിൽ ഏറ്റവും മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, ഏറ്റവും താഴെ പച്ച അല്ലെ? കുങ്കുമ നിറം എന്തിനെയാ? ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നതാണ് ഇത് കുങ്കുമ നിറം. പച്ച നിറം എന്തിനാ? സമൃദ്ധി, ഫലപുഷ്ടിത അല്ലെ?
പച്ച നിറം എന്തിനാ? സമൃദ്ധിയും ഫലപുഷ്ടതയുമാണ്. വെള്ള നിറമാണെങ്കിൽ സത്യസന്ധതയും അതുപോലെ സമാധാനവുമാണ്. അതുപോലെ ഇതിനൊക്കെ ഈ വിശദീകരണം നൽകിയത് ആരാന്ന് വെച്ചാൽ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അതുപോലെ ഈ അശോക ചക്രത്തിനൊക്കെ വ്യക്തമായ നിർവചനം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുപോലെ ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലുള്ള അശോക ചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അശോക ചക്രത്തിന്റെ നിറം ചോദിച്ചാൽ ഏതാ? നാവിക നീല കേട്ടോ. നാവിക നീലയാണ്. ഈ അശോക ചക്രം എവിടുന്ന് എടുത്തതെന്നറിയോ? ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന് തന്നെയാണ്. അശോക ചക്രത്തിൽ ആരക്കാലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 24 ആരക്കാലുകളുണ്ട്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ചോദിച്ചാൽ ഏതാ? ദീർഘ ചതുരാകൃതി കേട്ടോ. ദീർഘ ചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ 3:2 കേട്ടോ. 3:2 ആണ്. അതുപോലെ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പതാകകളെ കുറിച്ചുള്ള പഠനം എന്താ? പതാകകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി കേട്ടോ. പതാകകളെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ ഏതാ? വെക്സിലോളജിയാണ്. ഇനി നമ്മുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ച ദിവസം ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ? 1950 ജനുവരി 26 അല്ലെ? 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നത്? സിംഹമുദ്ര സ്വീകരിക്കുന്നത്. ഇനി 10ാമത്തെ ചോദ്യം, ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ച വർഷം ഏതാണ്? ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ച വർഷം ഏതാണ്? ഏത് വർഷമായിരുന്നു? 1963 അല്ലെ? ഓപ്ഷൻ ഡി 1963 എന്ത് ചെയ്യുന്നത്? മയിലിനെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. മയിലിന്റെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? പാവോ ക്രിസ്റ്റസ് അല്ലെ? പാവോ ക്രിസ്റ്റസ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സലീം അലി അല്ലെ? സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് നിർദ്ദേശിച്ചത് ഏതായിരുന്നു അറിയോ? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കേട്ടോ. സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആയിരുന്നു കേട്ടോ. ഇനി ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? കടുവയാണ് അല്ലെ? ഇന്ത്യയുടെ ദേശീയ മൃഗം ചോദിച്ചാൽ ഏതാ? കടുവയാണ്. കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ച വർഷം ഓർത്തു വെച്ചോ? 1972 കേട്ടോ. 1972 എന്ത് ചെയ്യുന്നത്? റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിക്കുന്നത്. 72 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു അറിയോ? സിംഹമായിരുന്നു കേട്ടോ. സിംഹമാണ്. ഇനി കടുവയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പാന്തറ ടൈഗ്രീസ് കേട്ടോ. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താ? പാന്തറ ടൈഗ്രീസ് ആണ്. ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ചോദിച്ചാൽ ഏതാ? ഹിന്ദിയാണ് അല്ലെ? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ചോദിച്ചാൽ ഏതാ? ഹിന്ദിയാണ്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടന അംഗീകരിച്ച വർഷം ജസ്റ്റ് ഓർത്തു വെച്ചോ? 1949 കേട്ടോ. 1949 സെപ്റ്റംബർ 14 കേട്ടോ. സെപ്റ്റംബർ 14 എന്ത് ചെയ്യുന്നത്? ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടന അംഗീകരിക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 14. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ഏതാ? 343 കേട്ടോ. 343 1 ഏതെന്ന് പറയുന്നത്? ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് എന്ന് പറയുന്നത്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ബീഹാർ കേട്ടോ. ബീഹാറാണ്. ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ചോദിച്ചാൽ ഏതാ? ദേവനാഗിരി ലിപി കേട്ടോ. ദേവനാഗിരി ലിപിയാണ്. അതുപോലെ ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരു രാജ്യം കൂടി ഉണ്ട്. ഏതാണെന്നറിയോ? ഫിജി കേട്ടോ. ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? ഫിജിയാണ്. അതുപോലെ ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം എവിടെയാ? മൗറീഷ്യസ് കേട്ടോ. മൗറീഷ്യസ് ആണ്. ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം എവിടെയാ? മൗറീഷ്യസ് ആണ്. ഇനി കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ച വർഷം നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? 1972. ഇനി ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ചോദിച്ചാൽ ഏതാ? ശകവർഷം അല്ലെ? ശകവർഷ കലണ്ടറാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. 1957 മാർച്ച് 22 അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ? ദേശീയ കലണ്ടറായിട്ട് ശകവർഷത്തെ അംഗീകരിച്ചത് എന്നാണ്. 1957 മാർച്ച് 22 കേട്ടോ. 1957 മാർച്ച് 22 എന്ത് ചെയ്യുന്നത്? ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിക്കുന്നത്. ശകവർഷം ആരംഭിച്ചതാരാ? കനിഷ്കൻ അല്ലെ? ശകവർഷം ആരംഭിച്ചതാരാ? കനിഷ്കനായിരുന്നു. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? മേഘ്നാഥ് സാഹയാട്ടോ. മേഘ്നാഥ് സാഹയായിരുന്നു. ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചോദിച്ചാൽ ചൈത്രമാണ്. അവസാനത്തെ മാസം ചോദിച്ചാൽ ഫാൽഗുണം. ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രമാണ്. അവസാനത്തേത് ഫാൽഗുണം. ഇനി ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ചോദിച്ചാൽ ആനയാണ്. ഏത് വർഷം മുതലാ? 2010 ഒക്ടോബർ മുതൽ കേട്ടോ. 2010
ഒക്ടോബർ മുതലാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ പ്രഖ്യാപിക്കുന്നത്. ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കാം. ഒന്ന് നമ്മുടെ കേരളമാണ്, പിന്നെ കർണാടക, ജാർഖണ്ഡ് കേട്ടോ. കേരളം, കർണാടക, ജാർഖണ്ഡ്. ഇനി ഇന്ത്യയുടെ ദേശീയ നദി ചോദിച്ചാൽ ഏതാ? ഗംഗാ നദി അല്ലെ. ഗംഗാ നദി ഏത് വർഷം മുതലാ? 2008 എന്ത് ചെയ്യുന്നത്? 2008 ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ ജലജീവി ചോദിച്ചാൽ ഏതാ? ഗംഗാ ഡോൾഫിൻ അല്ലെ. ദേശീയ ജലജീവി ചോദിച്ചാൽ ഏതാ? ഗംഗാ ഡോൾഫിൻ അല്ലെ. ഗംഗാ ഡോൾഫിൻ ആണ്. ഇനി ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ അംഗീകരിച്ച വർഷം ഏതാണ്? ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ അംഗീകരിച്ച വർഷം ചോദിച്ചാൽ 2010 മുതലാണ്. ഇനി ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചതെന്നാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് എന്നായിരുന്നു? 2010 ജൂലൈ 15 കേട്ടോ. 2010 ജൂലൈ 15 ഇനി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാ? താമര അല്ലെ. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. താമരയാണ്. താമര ദേശീയ പുഷ്പമായിട്ടുള്ള വേറെ 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് വിയറ്റ്നാമും ഈജിപ്തും കേട്ടോ. താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങളാണ് വിയറ്റ്നാം, ഈജിപ്ത്. അത് താമരയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താ? നിലംബോ ന്യൂസിഫർ അല്ലെ. നിലംബോ ന്യൂസിഫർ. ഇനി ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം ഏതാണ്? ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 2008 മുതലാണ്. 2008 മുതലാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഫലം ചോദിച്ചാൽ ഏതാ? മാമ്പഴമാണ് അല്ലെ. ഇന്ത്യയുടെ ദേശീയ ഫലമാണേത്? മാങ്ങ അല്ലെങ്കിൽ മാമ്പഴമാണ്. ഫലങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? മാങ്ങയാണ്. ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും ഫിലിപ്പീൻസും. ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഫിലിപ്പീൻസും. പിന്നെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താ? മാഞ്ചിഫറ ഇൻഡിക്ക അല്ലെ. മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താ? മാഞ്ചിഫറ ഇൻഡിക്ക. ഇനി ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ച വർഷം ഏതാണ്? എന്നാ 2009 കേട്ടോ. 2009 ഇനി ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ഭരതനാട്യം. ഇനി ദേശീയ കായിക വിനോദം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാൽ ഏതാ? ഫീൽഡ് ഹോക്കി കേട്ടോ. ഫീൽഡ് ഹോക്കിയാണ്. ഇനി ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? ഇന്ത്യയുടെ ആകെ വിസ്തീർണം ചോദിച്ചാൽ എത്ര? ഓപ്ഷൻ ബി ആണ്. 32,87,263 ചതുരശ്ര കിലോമീറ്റർ. 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മത്സ്യം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, അയലയാണ്. അയക്കൂറ എന്നും പറയാറുണ്ട്. അയലയും അയക്കൂറയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. 29ാമത്തെ ചോദ്യം, ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.5% 2011 സെൻസസ് പ്രകാരം. 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? എത്രയാ? 2.42%. 2.42%. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? തമിഴ്നാടാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ചോദിച്ചാൽ ഏതാ? നാഗ്പൂർ കേട്ടോ. നാഗ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? അരുണാചൽ പ്രദേശ് കേട്ടോ. അരുണാചൽ പ്രദേശ്. ഇനി വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഏതാ? 7ാം സ്ഥാനത്ത് അല്ലെ. വലിപ്പത്തിൽ 7ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആന്ധ്രയാണ് അല്ലെ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ആന്ധ്രയാണ്. ഇനി സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം. ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ സി നമ്മുടെ കേരളമാണ് അല്ലെ. കേരളമാണ്. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇനി 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഇന്ത്യൻ നഗരം ഏതാണ്? 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഇന്ത്യൻ നഗരം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ചണ്ഡീഗഡ്. ഇനി സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഹരിയാന.
ഇനി 40ാമത്തെ ചോദ്യം, ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഇനി കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം 1084:1000 ആണ്. ഇനി സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് പുതുച്ചേരി. ഇനി ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? ഇന്ത്യയുടെ ജനസാന്ദ്രത ചോദിച്ചാൽ 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക്, ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് ചോദിച്ചാൽ 74.04. 45ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ബീഹാർ ആണ്. ഇനി UN 2023 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 1ാമത് അല്ലേ? ഇനി ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം, ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, സിക്കിമാണ്. 48ാമത്തെ ചോദ്യം, ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ഓപ്ഷൻ സി ആണ്, ഡൽഹി. 49ാമത്തെ ചോദ്യം, ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ആണ്, അരുണാചൽ പ്രദേശ്. 50ാമത്തെ ചോദ്യം, ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ഓപ്ഷൻ സി ലക്ഷദ്വീപ്. ഇനി ജനസാന്ദ്രത കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം, ജനസാന്ദ്രത കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാ? ജനസാന്ദ്രത ഓപ്ഷൻ ഡി ആണ്, ന്യൂഡൽഹി. 52ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാ? ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഓപ്ഷൻ എ മുംബൈ സിറ്റി ആണ്, മുംബൈ സിറ്റി. ഇനി ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഓപ്ഷൻ സി ആണ്, ആൻഡമാൻ നിക്കോബാർ. 54ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഓപ്ഷൻ ബി ആണ്, ലഡാക്ക്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ചാന്ദിനി ചൗക്ക്. 56ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, മൽക്കജ്ഗിരി കേട്ടോ, മൽക്കജ്ഗിരിയാണ്. 57, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? രാജസ്ഥാൻ അല്ലെ, രാജസ്ഥാനാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ലഡാക്ക് ആണ്. ഇനി ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാ? കേരളം അല്ലെ, ഓപ്ഷൻ സി കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ഓപ്ഷൻ സി ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ലക്ഷദ്വീപ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ സി കച്ച്, ഗുജറാത്തിലാണ്. ഇനി സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ബീഹാർ. ഇനി ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല ഓപ്ഷൻ എ സർസിപ്പ്. 64ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഓപ്ഷൻ എ അലിരാജ്പൂർ കേട്ടോ, അലിരാജ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി മാഹിയാണ് അല്ലെ, മാഹിയാണ്. ഇനി കേരളത്തിലെ സാക്ഷരത എത്ര ശതമാനമാണ്? കേരളത്തിലെ സാക്ഷരത എത്ര ശതമാനമാണ്? 93.91%. ഓപ്ഷൻ ഡി ആണ്, 93.91 കേട്ടോ. 67ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഗോവയാണ്. 68ാമത്തെ ചോദ്യം, ലോകത്തിലെ വനവിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകത്തിലെ വനവിസ്തീർണത്തിലെ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ഡി 10ാം സ്ഥാനമാണ്. 69, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശ്. 70ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ആണ്, ഹരിയാന. ഓപ്ഷൻ ബി ഹരിയാന. 71, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആണ്, മിസോറാം.
72ാമത്തെ ചോദ്യം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഹരിയാന. 73 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ജമ്മു കാശ്മീർ. 74 ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ്. 75 പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാന്. 76 ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഓപ്ഷൻ എ ആണ് ബംഗ്ലാദേശ്. 77 ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ചൈനയാണ്. 78 പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ്. 79ാമത്തെ ചോദ്യം ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഓപ്ഷൻ ബി ആണ് ഭൂട്ടാന്. 80ാമത്തെ ചോദ്യം അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ്. 81 ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്റർ? ഓപ്ഷൻ സി ആണ് 15,200 കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്റർ? ഓപ്ഷൻ ബി 7,516 കിലോമീറ്റർ. 83 പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പട്ടികവർഗക്കാര് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശ്. 84 ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം ഓപ്ഷൻ സി ആണ് 3214 3214 കിലോമീറ്റർ. ഇനി ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ശരാവതിയിലാണ്. ഇനി ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം, ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2933 കേട്ടോ. 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. 87 ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഓപ്ഷൻ ഡി ആണ് ചിൽക്ക തടാകം. 88 ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണെങ്കിൽ അത് വൂളാർ തടാകം. 89 ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഓപ്ഷൻ സി ആണ് ഹിരാക്കുഡ്. 90ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഓപ്ഷൻ ഡി ആണ് താർ മരുഭൂമി. 91 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഓപ്ഷൻ സി ആണ് തെഹിരി. 92 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഓപ്ഷൻ ഡി ആണ് ജോഗ് വെള്ളച്ചാട്ടം. 93ാമത്തെ ചോദ്യം ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണ്? ചിൽക്ക തടാകം എവിടെയാ? ഒഡീഷയിലാട്ടോ. ഓപ്ഷൻ ബി ആണ് ഒഡീഷയിലാണ്. ഇനി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് ഓപ്ഷൻ എ ആണ് കാഞ്ചൻജംഗ. 95 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ആരവല്ലി. ഇനി 97ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഗോഡ്വിൻ ആസ്റ്റിൻ, അല്ലെ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇനി 98 ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഏതാ? ഗോദാവരി. ഓപ്ഷൻ ബി ഗോദാവരി ആണ്. 99 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് സിന്ധു നദി.
100ാമത്തെ ചോദ്യം ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ഏതാണ്? ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ബ്രഹ്മപുത്ര. 101ാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രാദേശിക സമയരേഖ എത്രയാണ്? ഇന്ത്യൻ പ്രാദേശിക സമയരേഖ ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് 82.5 കിഴക്ക് രേഖാംശമാണ്. 102ാമത്തെ ചോദ്യം ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 103 ഇന്ത്യയുടെ ആകെ കര അതിർത്തി എത്രയാണ്? ഇന്ത്യയുടെ ആകെ കര അതിർത്തി ചോദിച്ചാൽ 15,200 കിലോമീറ്റർ ആട്ടോ. ഓപ്ഷൻ എ ആണ് 15,200 കിലോമീറ്റർ. ഇനി ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് സമുദ്ര തീരമുള്ളത്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് സമുദ്ര തീരമുള്ളത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് 9 സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? സമുദ്ര തീരമുണ്ട്. 105ാമത്തെ ചോദ്യം ഇന്ത്യയിൽ എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട്? ഇന്ത്യയിൽ എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാ? 22 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഓപ്ഷൻ സി ആണ് ഉത്തരായന രേഖയാണ്. 107ാമത്തെ ചോദ്യം ഏറ്റവും കുറവ് സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ബി ആണ് ഗോവയ്ക്കാണ്. 108 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഗുജറാത്ത് ആണ്. ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് ആണ്. ഇനി ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? നിലവിൽ 11 എണ്ണം ഉണ്ട് കേട്ടോ. നിലവിൽ ഓപ്ഷൻ ഇല്ല. നിലവിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം ചോദിച്ചാൽ 11 ക്ലാസിക്കൽ ഭാഷകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. അതേതൊക്കെയാ? തമിഴാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ക്ലാസിക്കൽ ഭാഷ 2004 ലഭിക്കുന്നത് തമിഴിന്. പിന്നെ സംസ്കൃത്, തെലുങ്ക്, കന്നഡ, മലയാളം അല്ലെ? മലയാളത്തിന് എപ്പോൾ? 2013 കേട്ടോ. പിന്നെ ഒഡിയ, മറാഠി, പാലി, അതുപോലെ പ്രാകൃത്, ആസാമീസ്, ബംഗാളി കേട്ടോ. ഇത് മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളിയൊക്കെ എന്ന 2024 ഈ വർഷമാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. അപ്പോൾ ഓർത്തു വെക്കുക 11 ഭാഷകൾക്ക് എന്തുണ്ട്? ക്ലാസിക്കൽ ഭാഷാ പദവിയുണ്ട്. 2014 വരെ 6 പ്രഖ്യാപിച്ചത്. 10 വർഷത്തിന് ശേഷം 2024 5 കൂടി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇപ്പോൾ നിലവിൽ 11 കേട്ടോ. അപ്പോൾ 6 5 11 എന്തുണ്ട്? 11 ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ഉണ്ടെന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്തത് ഇന്ത്യയിലാകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലാകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 9 പോസ്റ്റൽ സോണുകളാണ് ആകെ ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലാകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 9 പോസ്റ്റൽ സോണുകളാണുള്ളത്. ഇനി അടുത്തത് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 19 റെയിൽവേ സോണുകളാണ് നിലവിലുള്ളത് കേട്ടോ. നിലവിൽ ഇന്ത്യൻ റെയിൽവേക്ക് 19 റെയിൽവേ സോണുകളാണുള്ളത്. ഇനി ഇന്ത്യയുടെ ആകെ സമുദ്ര തീരത്തിന്റെ നീളം എത്രയാണ്? ഇന്ത്യയുടെ ആകെ സമുദ്ര തീരത്തിന്റെ നീളം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് 7516 കിലോമീറ്റർ. 113ാമത്തെ ചോദ്യം ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് 7 രാജ്യങ്ങളാണ്. ഇനി അടുത്തത് 114 പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരില? ഡ്യൂറന്റ് രേഖ കേട്ടോ. ഡ്യൂറന്റ് രേഖ എന്നറിയപ്പെടുന്നുണ്ട്. 115 ഇന്ത്യയുടെ വടക്ക് ഭാഗം. ഇന്ത്യയുടെ വടക്ക് ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഹിമാലയമാണ്. 116 ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതാണ്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതാ? ഓപ്ഷൻ എ ആണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏത്? LAC. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗം ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് അറബിക്കടല്. 119 ലൈൻ ഓഫ് കൺട്രോൾ LOC ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? OC ആണെങ്കിൽ ഏതാ? ഇന്ത്യയും പാകിസ്ഥാൻ കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഇത് LOC എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ഏതാ? ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ബംഗാൾ ഉൾക്കടലാണ്. ഇനി ഇന്ത്യയുടെ ആകെ അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ ആകെ അതിർത്തി എത്ര കിലോമീറ്റർ? ഓപ്ഷൻ എ ആണ് 22,716.6. ഓപ്ഷൻ എ ആണ് 22,716.6 കിലോമീറ്റർ ആണ്.